ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിൽ 5-ാം തുപതേനിൽ വാങ്ങിപ്പോയ പിതാക്കന്മാരെ ഓർക്കുമ്പോൾ പേര് പറഞ്ഞ് ഓർക്കപ്പെടുന്ന അപ്പോസ്തോലൻ, വേദപുസ്തകത്തിൽ അൽപ്പായുടെ മകനായ യാക്കോബ് എന്ന് വിശേഷിപ്പിക്കുന്ന കർത്താവിൻ്റെ അപ്പോസ്തോലനായ വിശുദ്ധ യാക്കോബ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 13-ാം വാക്യത്തിലും ശിഷ്യന്മാരുടെ പേര് വിവരം നൽകുമ്പോൾ ഈ യാക്കോബിനെ വിശേഷിപ്പിക്കുന്നത് അൽപ്പായുടെ മകനായ യാക്കോബ് എന്നാണ്. സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണം 5-ാം തുപതേൻ്റെ വായന ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യെരൂശലേമിൻ്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹതായുമായ യാക്കോബ്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ സഭ വിശുദ്ധ യാക്കോബിനെ കുറിച്ച് നൽകുന്ന പാരമ്പര്യവും വിശേഷണങ്ങളും ഇതുതന്നെയാണ്. വേദപുസ്തകത്തിൽ ശിഷ്യന്മാരുടെ ലിസ്റ്റ് നൽകുന്ന 4 ഭാഗങ്ങളിലും അൽപ്പായുടെ മകനായ യാക്കോബെന്ന് പ്രതിപാദിക്കുമ്പോഴും, വേദപുസ്തകത്തിലെ മറ്റ് 4 ഭാഗങ്ങളിൽ വിശുദ്ധ യാക്കോബിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ മറിയയോട് ചേർന്നാണ് പ്രതിപാദിക്കപ്പെടുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 1-ാം വാക്യത്തിലും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 56-ാമത്തെ വാക്യത്തിലും, ഗലാത്യ ലേഖനം 1:19 പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ യെരൂശലേമിൽ വന്ന് താമസിച്ച സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെയെല്ലാം കർത്താവിൻ്റെ സഹോദരനെന്നും യാക്കോബിൻ്റെ അമ്മ മറിയ എന്നുമാണ് ഓർമ്മിപ്പിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 40 പറയുന്നത് ചെറിയ യാക്കോബിൻ്റെ അമ്മ മറിയ. കാരണം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന 4 മറിയമാരെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഒരു മറിയ യാക്കോബിൻ്റെ അമ്മയായ മറിയയായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-56 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇകഴ്ത്തി വളരെ മോശമായ രീതിയിൽ കർത്താവിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് യഹൂദന്മാർ പറയുന്നുണ്ട്. ഇവൻ തച്ചൻ്റെ മകനല്ലോ, ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ, ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവർ അല്ലയോ, ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ സഹോദരനായി യാക്കോബിനെ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറിയയുടെ മകനായി യാക്കോബിനെ പ്രതിപാദിക്കുന്നുണ്ട്. അൽപ്പായുടെ മകനായ യാക്കോബ് എന്ന വിശേഷണവും വേദപുസ്തകത്തിൽ വിശുദ്ധ യാക്കോബ് അപ്പോസ്തലനുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും യെരൂശലേമിൻ്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹതായും എന്ന വിശേഷണത്തിലാണ്. കർത്താവിൻ്റെ സഹോദരൻ എന്ന വിശേഷണം ഒന്നാമത് നമുക്ക് നോക്കാം. ഇത് ഭംഗിയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. പരിശുദ്ധ കന്യകമറിയാമിന് യേശു എന്ന ഏക മകനേ ഉള്ളൂ. കർത്താവിന് ജന്മം കൊടുത്തതിന് ശേഷവും അമ്മ കന്യകയായി നിലകൊണ്ടു, നിത്യകന്യകയായി നിലകൊണ്ടു എന്നതാണ് സഭ പഠിപ്പിക്കുന്ന വളരെ മഹത്തരമായ പാരമ്പര്യം. യേശുക്രിസ്തു അല്ലാതെ പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് മറ്റ് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് യൗസേപ്പും കന്യകമറിയാമും തമ്മിൽ വിവാഹബന്ധവും ഇല്ലായിരുന്നു. ഇതാണ് സഭ പഠിപ്പിക്കുന്നത്, വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സഹോദരന്മാരെന്നും സഹോദരി എന്നുമൊക്കെ വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നവരാരാണ്? ഇവിടെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യത്തിലും മറ്റ് സുവിശേഷ ഭാഗങ്ങളിലുമൊക്കെ പ്രധാനമായും 4 മറിയമാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് പരിശുദ്ധ കന്യകമറിയാം അല്ലെങ്കിൽ അമ്മ മറിയം, രണ്ടാമതൊന്ന് സഹോദരി മറിയം, മൂന്നാമത് ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയം,
നാലാമത്തേത് മഗ്ദലന മറിയം. ഈ 4 മറിയമാരും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുമ്പോൾ ഈ വിഷയം നമുക്ക് വളരെ ഭംഗിയായി ലളിതമായി മനസ്സിലാകും. അമ്മ മറിയത്തിൻ്റെ സഹോദരി, ഒരു കസിൻ ആണ് ക്ലയോപ്പാവിൻ്റെ അല്ലെങ്കിൽ അൽപ്പായുടെ ഭാര്യയായ മറിയ. ഈ അൽപ്പായുടെ അല്ലെങ്കിൽ ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയ, ആ മറിയയുടെ മക്കളാണ് യാക്കോബ്, യോസെ, ശീമോൻ, യൂദ. പ്രത്യേകിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-56 വാക്യങ്ങളിൽ പറയുന്ന യേശുക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി വിവരിക്കപ്പെടുന്ന യോസയും ശീമോനും യാക്കോബും യൂദായും സഹോദരിമാരും, പേര് പറയപ്പെടാത്ത സഹോദരിമാരും യഥാർത്ഥത്തിൽ ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയുടെയും മക്കളാണ്. ക്ലയോപ്പാവിൻ്റെ അല്ലെങ്കിൽ അൽപ്പായുടെ ഭാര്യ മറിയ പരിശുദ്ധ കന്യക മറിയാമിൻ്റെ ഒരു ഡിസ്റ്റിൻ്റ് സിസ്റ്ററായി അല്ലെങ്കിൽ കന്യക മറിയാമിൻ്റെ ഒരു സഹോദരിയായി ആ ബന്ധം പാരമ്പര്യം ചിത്രീകരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ശക്തമായ പാരമ്പര്യമുള്ളത് സെബദിപുത്രന്മാരുടെ അമ്മ മറിയം എന്ന് വെച്ചാൽ സെബദിയുടെ ഭാര്യ മറിയം, യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ മറിയം. ആ അമ്മയും പരിശുദ്ധ കന്യക മറിയാമിൻ്റെ സഹോദരി മറിയയായി പാരമ്പര്യം ചിത്രീകരിക്കുന്നു. അപ്പോൾ ഒരു ക്രമീകരണത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിശകലനത്തിൽ പറഞ്ഞാൽ യാക്കോബും യോഹന്നാനും സബതി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും കർത്താവിൻ്റെ സഹോദരന്മാരാണ്. അതുപോലെ തന്നെ അൽപ്പായുടെ ഭാര്യയായ മറിയയുടെയും മക്കളായ യാക്കോബും യോസയും യൂദയും ശീമോനും കർത്താവിൻ്റെ സഹോദരങ്ങളാണ്. വേദപുസ്തകത്തിലും അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികളിലെ പ്രത്യേക പ്രതിപാദനത്തിലുമൊക്കെ യേശുക്രിസ്തുവിൻ്റെ സഹോദരനായി യാക്കോബിനെ ചിത്രീകരിക്കുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ ദമസ്കോസിലെ മാനസാന്തര അനുഭവത്തെക്കുറിച്ച് പൗലോസ്ലീഹ വിവരിക്കുന്നു. 3 ആണ്ട് കഴിഞ്ഞ് പൗലോസ്ലീഹ യെരൂശലേമിൽ കേപ്പാവുമായി മുഖപരിചയം ഉണ്ടാകേണ്ടതിന് തിരികെ വരുന്നതായിട്ടും 15 ദിവസം കേപ്പാവുമായി അല്ലെങ്കിൽ പത്രോസ്ലീഹയുമായി അധിവസിച്ചതായിട്ടും, എന്നാൽ ആ സമയത്ത് കർത്താവിൻ്റെ സഹോദരൻ യാക്കോബല്ലാതെ മറ്റാരെയും കണ്ടില്ല എന്നും പ്രതിപാദിക്കുന്നു. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ശക്തമായ അപ്പോസ്തോലിക പാരമ്പര്യമായിരുന്നു പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹ കർത്താവിൻ്റെ സഹോദരനാണ് എന്നുള്ളതും, അതുപോലെ തന്നെ ആ പാരമ്പര്യത്തിൽ അപ്പോസ്തോലിക പിതാക്കന്മാരും ഈ സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. ഇത് അല്പം കൂടെ വിശദീകരിച്ച് ഞാനൊന്ന് പറയുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ 2 യാക്കോബ് ഉണ്ട്. അതിൽ 1-ാമത്തെ യാക്കോബ് പരിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സഹോദരനും അല്ലെങ്കിൽ സെബദി മക്കളിൽ ഒരുവനായ യാക്കോബാണ്. ആ യാക്കോബിൻ്റെ അമ്മയും മറിയയാണ്. ആ മറിയയും കർത്താവിൻ്റെ മാതാവായ മറിയയും തമ്മിലും ബന്ധമുണ്ട്. അതുകൊണ്ട് യാക്കോബും യോഹന്നാനും യേശുക്രിസ്തുവുമായി സഹോദര ബന്ധമുണ്ട്. എന്നാൽ സെബദിപുത്രന്മാരിൽ ഒരാളായ യാക്കോബിനെ കുറിച്ച് ജേക്കബ് ദ ഗ്രേറ്റ്, വലിയവനായ യാക്കോബ് എന്നാണ് പൊതുപാരമ്പര്യത്തിൽ പറയുന്നത്. അതേസമയം നമ്മൾ ഓർക്കണം, കർത്താവിൻ്റെ സഹോദരനായ അൽപ്പായുടെ മകനായ യാക്കോബ്, ആ യാക്കോബിനെ കുറിച്ച് വേദപുസ്തകത്തിൽ തന്നെ ഞാൻ മുൻപ് ഓർമ്മിപ്പിച്ചുവല്ലോ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ ചെറിയ യാക്കോബ്, അതുകൊണ്ട് ജേക്കബ് ദ ലെസ് എന്ന് ഈ യാക്കോബ് ശ്ലീഹായെ കുറിച്ച് പ്രധാനമായും വിവരിക്കുന്നു. നമ്മുടെ പാരമ്പര്യത്തിലേക്ക് നമുക്ക് വരാം. നമ്മുടെ പാരമ്പര്യത്തിൽ വളരെ വ്യക്തമായി യെരൂശലേമിൻ്റെ 1-ാമത്തെ പ്രധാനാചാര്യൻ, വിശുദ്ധ കുർബാനയിൽ പ്രത്യേകിച്ച് 5-ാം തുവതേനിൽ പിതാക്കന്മാരെ ഓർക്കുമ്പോൾ ഓർക്കപ്പെടുന്ന ഏക അപ്പോസ്തലൻ വിശുദ്ധ യാക്കോബാണ്. യഥാർത്ഥത്തിൽ തക്സ അതിൻ്റെ ക്രമീകരണം യെരൂശലേമിൽ വെച്ചാണെന്നും യെരൂശലേമിലെ പാരമ്പര്യത്തിന് ഊന്നൽ നൽകുന്ന ഒരു പ്രയോഗം തന്നെയാണിത്. യെരൂശലേമിലെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹദായുമായ യാക്കോബ്. ഇവിടെയാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹായെക്കുറിച്ചുള്ള പഠനവും യാക്കോബ് ശ്ലീഹ നൽകുന്ന സന്ദേശവും അതിൻ്റെ പ്രധാന അർത്ഥതലത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്.
പ്രധാനാചാര്യനായിരുന്ന അപ്പോസ്തോലൻ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും, മറ്റ് ശിഷ്യന്മാരാരും പുരോഹിതന്മാരല്ലേ, പ്രധാനാചാര്യന്മാരല്ലേ? അവിടെയാണ് അപ്പോസ്തോലിക സാക്ഷ്യത്വത്തിൻ്റെയും അപ്പോസ്തോലിക പാരമ്പര്യത്തിൻ്റെയും വലിയ പ്രാധാന്യം ഈ അപ്പോസ്തോലനാൽ നമ്മൾ മനസ്സിലാക്കുന്നത്. 12 അപ്പോസ്തോലന്മാരും യേശു ക്രിസ്തുവിനാൽ പുരോഹിതന്മാരായി നിയമിക്കപ്പെട്ടവരാണ്. 12 അപ്പോസ്തോലന്മാരും അപ്പോസ്തോലിക സഭയുടെ പാരമ്പര്യത്തിൽ പ്രധാനാചാര്യന്മാരാണ്. ആ പാരമ്പര്യത്തിൻ്റെ മനോഹര പ്രതീകമാണ് യേശു ക്രിസ്തുവിൻ്റെ സഹോദരനും യെരൂശലേമിൻ്റെ 1ാമത്തെ പ്രധാനാചാര്യനുമായിരുന്ന വിശുദ്ധ യാക്കോബ് അപ്പോസ്തോലൻ. നമുക്കറിയാവുന്നതുപോലെ കർത്താവ് തൻ്റെ 12 അപ്പോസ്തോലന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ പുരോഹിതന്മാരായിട്ടാണ് നിയമിച്ചത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ 12 പേരെ അയക്കുമ്പോൾ രോഗികളെ സുഖപ്പെടുത്തുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി അയക്കുമ്പോൾ നമ്മുടെ പാരമ്പര്യം ഓർമ്മിപ്പിക്കുന്നത് പോലെ മൗമിയോനോ എന്ന പൗരോഹിത്യത്തിൻ്റെ പ്രഥമ പടികളിൽ ഒന്നായ ആ വിഭാഗത്തിലേക്കാണ് ശിഷ്യന്മാരെ അയക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കർത്താവ് അപ്പോസ്തോലന്മാരെ യഥാർത്ഥത്തിൽ പരിശീലിപ്പിക്കുന്നത് അവർക്ക് നൽകിയ പൂർണ്ണ പൗരോഹിത്യത്തിൻ്റെ കൃപയിലേക്കാണ്. മത്തായിയുടെ സുവിശേഷം തന്നെ മുൻപോട്ട് നമ്മൾ പഠിക്കുമ്പോൾ 16-ാം അധ്യായത്തിൽ കൈസരിയ ഫിലിപ്പിയിൽ വെച്ച് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പല ഉത്തരങ്ങളുണ്ട്. എന്നാൽ പരിശുദ്ധനായ പത്രോസ്ലീഹ അപ്പോസ്തോലന്മാരുടെ പ്രതിനിധിയായി പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹായാകുന്നുവെന്ന്. ആ സമയത്ത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യം സൂചിപ്പിക്കുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അത് യാക്കോബിൻ്റെ തക്സായിൽ ആ പാറ എന്താകുന്നു എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നീ പത്രോസാകുന്നു, നീ യോനായുടെ പുത്രനായ പത്രോസാകുന്നു. ഈ പാറ ഏതാണ്? ആ പാറ പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസമാകുന്ന പാറ. എന്താണ് വിശ്വാസം? യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹ ആകുന്നുവെന്ന വിശ്വാസം. യാക്കോബിന് ക്രമീകരിക്കപ്പെട്ട ആദ്യ രൂപം ക്രമീകരിക്കപ്പെട്ട വിശുദ്ധ യാക്കോബിൻ്റെ തക്സായിൽ ഇത് വ്യക്തമാണ്. വിശ്വാസമാകുന്ന പാറമേൽ പണിയപ്പെട്ടതും പാതാളഗോപുരങ്ങളാൽ ജയിക്കുവാൻ അസാധ്യവുമായ പരിശുദ്ധ സഭ. ആ വിശ്വാസം പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ ഏറ്റുപറയുമ്പോൾ യേശുക്രിസ്തു പറയുന്നു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. പൗരോഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ പുരോഹിത ശുശ്രൂഷയുടെ വളരെ പ്രധാനപ്പെട്ട 2ാം ഭാഗം കർത്താവ് അപ്പോസ്തലന്മാരെ ഭരമേൽപ്പിക്കുന്നു. ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ കിട്ടിയിരിക്കുന്നത് പരിശുദ്ധ പത്രോസ്ലീഹായ്ക്ക് തന്നെയല്ലേ? ഒരിക്കലുമല്ല. സഭയുടെ അപ്പോസ്തോലിക പാരമ്പര്യവും പിതാക്കന്മാരുടെ എഴുത്തുകളും നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോസ്തോലന്മാരുടെ പ്രതിനിധിയായ യേശു ക്രിസ്തു ഈ ചോദ്യത്തിൻ്റെ ഉത്തരം യേശുക്രിസ്തുവിനോട് പത്രോസ്ലീഹ നൽകുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹ ആകുന്നുവെന്ന്. അപ്പോസ്തോലന്മാരുടെ പ്രതിനിധി എന്ന നിലയിൽ മുഴുവൻ അപ്പോസ്തോലന്മാർക്ക് വേണ്ടി നൽകപ്പെട്ട അവകാശമാണ് പത്രോസിനോട് കർത്താവ് പറയുന്നത്. ഇത് കുറേ കൂടെ വ്യക്തമാകുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ. പത്രോസിന് മാത്രമല്ല 12 അപ്പോസ്തോലന്മാർക്കും പൗരോഹിത്യ നൽവരവും അവകാശവും കർത്താവ് നൽകി എന്നതിൻ്റെ വലിയ തെളിവാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം. പത്രോസിനോട് പറഞ്ഞ, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് പത്രോസിനോട് പറഞ്ഞ അതേ വാചകം 12 അപ്പോസ്തോലന്മാരോട് മുഴുവനായി പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. 12 അപ്പോസ്തോലന്മാരും പ്രധാനാചാര്യന്മാരാണ്. അതുപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാർക്ക് ലഭിക്കുന്ന ഉദ്ധിത ലോകത്തിലെ അവകാശത്തെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും പറയുമ്പോൾ കർത്താവ് ഇപ്രകാരം പറയുന്നു, നിങ്ങൾ 12 പേരും സിംഹാസനത്തിലിരുന്ന്
ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. യഥാർത്ഥത്തിൽ അപ്പോസ്തോലിക പൈതൃകത്തിൻ്റെയും അധികാരത്വത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും ചിഹ്നമാണ് ഈ സിംഹാസനം. അത് കേവലം ഒരു ശ്ലീഹായ്ക്കോ 2 ശ്ലീഹന്മാർക്കോ മാത്രമല്ല, പത്രോസിനും പൗലൂസിനും മാത്രമല്ല സിംഹാസനം, 12 അപ്പോസ്തോലന്മാർക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ 12 പേരും സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. അപ്പോസ്തോല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 10 വരെ പെന്തിക്കോസ്തിയുടെ അനുഭവം വിവരിക്കുമ്പോഴും ഈ 12 അപ്പോസ്തോലന്മാർ, പ്രത്യേകിച്ച് നമുക്കറിയാം യൂദാ ഇസ്കര്യോത്തായി ഇല്ല, 11 പേരാണ്. അതിന് പകരം തെരഞ്ഞെടുത്ത മത്യാസ് ഉൾപ്പെടെ 12 പേരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വന്ന് പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് സർവശക്തനായ ദൈവം 12 അപ്പോസ്തോലന്മാരെയും ക്രമീകരിച്ചു. അതുകൊണ്ട് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അപ്പോസ്തോലന്മാർ പ്രധാനാചാര്യന്മാരാണ്. അപ്പോസ്തോലന്മാർ പൗരോഹിത്യത്തിൻ്റെ ക്രമീകരണത്തിൻ്റെ പ്രഥമ രൂപവും അടിസ്ഥാനവുമാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 15-ാം അധ്യായം 15-ാം വാക്യം പഠിക്കാൻ എളുപ്പവും ഓർത്തിരിക്കാൻ വളരെ വളരെ പ്രയാസരഹിതവുമായൊരു വാക്യം. അത് മനസ്സിൽ നിൽക്കണം. റോമാലേഖനം 15-ാം അധ്യായം 15-ാം വാക്യം. അവിടെ പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട്. അപ്പോസ്തോലന്മാർ പുരോഹിതന്മാരായി ശുശ്രൂഷ നിർവഹിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. അതുപോലെ തന്നെ പൗലൂസിൻ്റെ ഇടയലേഖനങ്ങളിൽ ഈ പൗരോഹിത്യ ക്രമം, ഷമ്മാശൻ, കശീശ, എപ്പിസ്കോപ്പ എന്ന പൗരോഹിത്യ ക്രമത്തെക്കുറിച്ചും ഭംഗിയായി വിവരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് അപ്പോസ്തോലിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്കറിയാം. അതുപോലെ വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വേദഭാഗം എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ എബ്രായ ലേഖനകർത്താവ് സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വിവരിക്കുന്നത്, ഇപ്പോഴും നിങ്ങൾ അടിസ്ഥാന വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കുക, അതിൽ നിന്ന് വളരണം. എബ്രായ ലേഖനം 6-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ, അവിടെ എത്ര മനോഹരമായിട്ടാണ് യഥാർത്ഥത്തിൽ സഭയുടെ അപ്പോസ്തോലിക വിശ്വാസത്തെക്കുറിച്ച് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അടിസ്ഥാന വിശ്വാസമായ 6 കാര്യങ്ങൾ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു. 6-ാം അധ്യായം 6 കാര്യങ്ങൾ. 1 മാനസാന്തരം, 2 ദൈവത്തിങ്കലുള്ള വിശ്വാസം, 3 വിശുദ്ധ മാമോദീസ അല്ലെങ്കിൽ സ്നാനം, 4 പറയുന്നത് കൈവപ്പ്. യഥാർത്ഥത്തിൽ അപ്പോസ്തോലിക സഭയിൽ നിലനിന്ന കൈവപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായി എബ്രായ ലേഖനം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്. അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്. 4 പറയുന്നത് കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം. പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ഈ 21-ാം നൂറ്റാണ്ടിലും കൈവപ്പിനെ കുറിച്ചും വിശുദ്ധ മാമോദീസയെക്കുറിച്ചും മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചും വിശ്വാസിക്ക് സംശയമാണ്. അപ്പോസ്തോലിക കാലഘട്ടത്തിൽ തന്നെ എബ്രായ ലേഖനകർത്താവ് പറഞ്ഞു, ഇതൊക്കെ അടിസ്ഥാന വിശ്വാസ. ഈ അടിസ്ഥാന വിശ്വാസം വീണ്ടും ഇടാതെ പരിജ്ഞാന പൂർത്തിക്ക് വേണ്ടി ശ്രമിക്കണം. സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അപ്പോസ്തോലന്മാരുടെ കാലഘട്ടം മുതൽ സഭയിലെ അടിസ്ഥാനപരമായ വിശ്വാസ ക്രമീകരണമാണ് യഥാർത്ഥത്തിൽ അപ്പോസ്തോലന്മാരാൽ നമുക്ക് തന്ന പൗരോഹിത്യവും ആ പൗരോഹിത്യ ക്രമവും. നമുക്കറിയാം, പുരോഹിതന്മാർ ഒരു വിശ്വാസിയുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ പറയുന്നത്, യേശു ക്രിസ്തു അപ്പോസ്തോലന്മാർക്കും അപ്പോസ്തോലന്മാർ പുരോഹിതന്മാർക്കും പുരോഹിതന്മാർ ബലഹീനനായി എനിക്ക് നൽകിയ അധികാരത്താൽ. ഇതാണ് ശ്ലൈഹീകം. ഇതാണ് ശ്ലൈഹീകം. ശ്ലൈഹീകവും കുറ്റരഹിതവുമായ വിശ്വാസം. ആ വിശ്വാസം നമുക്ക് പരമേൽപ്പിച്ച അപ്പോസ്തോലനാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ. 2 യാക്കോബ് ശ്ലീഹയെക്കുറിച്ച് ഈ വർത്തമാന കാലഘട്ടത്തിൽ നാം ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒന്ന്, തക്സ ക്രമപ്പെടുത്തിയ ശിഷ്യനാണ് യാക്കോബ് ശ്ലീഹ. ഇന്ന് യാക്കോബിൻ്റെ തക്സായെക്കുറിച്ച് വളരെ ഗൗരവമായ പഠനങ്ങൾ, അനേക പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം തക്സായുടെ പൂർണ്ണ രൂപം
യെരൂശലേമിലെ വിശുദ്ധനായ കൂറിലോസിന്റെ കാലഘട്ടത്തിൽ ഏകദേശം AD 370 രൂപപ്പെട്ടതെന്ന് പറയും. അതുപോലെ തന്നെ തക്സായുടെ അത് കമ്പോസ് ചെയ്ത വിവിധ ക്രമീകരണങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് 4-ാം നൂറ്റാണ്ടിലെ 5-ാം നൂറ്റാണ്ടിൽ രൂപം പ്രാപിച്ചു എന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ തക്സായുടെ ആദ്യ രൂപം ക്രമപ്പെടുത്തിയത് പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹായാണ്. 12-ാം നൂറ്റാണ്ടിലെ നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിലെ പിതാവായ മോർ ദിവന്നാസ്യോസ് ബർസ്ലീബിയുടെ ഒരു വിശദീകരണം, പെന്തിക്കോസ്തി ഞായറാഴ്ച പരിശുദ്ധാത്മാവിനെ അപ്പോസ്തോലന്മാർ പ്രാപിച്ചു. മോർ ദിവന്നാസ്യോസ് ബർസ്ലീബി പറയുന്നത്, തിങ്കളാഴ്ച വിശുദ്ധ മൂറോൻ കൂദാശ നടത്തി, ചൊവ്വാഴ്ച തബിലയിത്തായുടെ കൂദാശയും നിർവഹിക്കപ്പെട്ടു, ബുധനാഴ്ച പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹ സകലത്തിന്റെയും ഉടയവനായ കർത്താവ് എന്ന് തുടങ്ങുന്ന വിശുദ്ധ തക്സ ഉപയോഗിച്ച് അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഇത് മഹത്തരമായ ശ്ലൈഹിക പാരമ്പര്യമാണ്. മലങ്കരയിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ക്രമം, പാമ്പാക്കടയിൽ അച്ചടിച്ച ചെറിയ ക്രമം, അത് ബാറബ്രായ ക്രമപ്പെടുത്തിയ ചെറിയ ക്രമം വിശുദ്ധ യാക്കോബിന്റെ തക്സയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സഹോദരങ്ങളെ, വേദപുസ്തകവും ആരാധനയും തമ്മിൽ അപ്പോസ്തോലിക കാലഘട്ടത്തിലുള്ള വലിയ ബന്ധം അതിന്ന് പലപ്പോഴും നമുക്കറിയത്തില്ല. നമ്മുടെയൊക്കെ മനസ്സിലിരിക്കുന്നത് സഭയുണ്ടായത് വേദപുസ്തകത്തിൽ നിന്നാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. വേദപുസ്തകം സഭയിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോസ്തോലിക സമൂഹത്തിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തോലന്മാർ പ്രസംഗിച്ചു. അവരുടെ പ്രസംഗം കെറിഗ്മ, അവരേറ്റുപറഞ്ഞ വിശ്വാസമായിരുന്നു സഭയുടെ വേദപുസ്തകം. അത് എഴുതപ്പെട്ടതല്ല. എന്നാൽ അപ്പോസ്തോലന്മാരുടെ കാലഘട്ടം കഴിയുന്ന ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പാരമ്പര്യം, അപ്പോസ്തോലന്മാർ പ്രസംഗിച്ച സുവിശേഷം, ആ സുവിശേഷം എഴുതണമെന്ന് സഭ ആഗ്രഹിച്ച് സഭയ്ക്കുള്ളിൽ നിന്നാണ് വേദപുസ്തക രചന ഉണ്ടായത്. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഏകദേശം 28 വർഷം കഴിഞ്ഞാണ് യാക്കോബ് അപ്പോസ്തോലൻ അദ്ദേഹത്തിൻ്റെ ലേഖനം എഴുതിയത്. എന്നാൽ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള 28 വർഷം, ആ 28 വർഷം സഭയിൽ വിശുദ്ധ കുർബാനയുണ്ട്, സഭയിൽ വിശുദ്ധ മാമോദീസായുണ്ട്, ആരാധനാക്രമങ്ങളുണ്ട്. അനേകം വിശ്വാസികൾ രക്തസാക്ഷികളായി മരിച്ചിട്ടുണ്ട്. അവരെ ആദരപൂർവ്വം സംസ്കരിക്കുവാൻ ശവസംസ്കാര ക്രമവും ഉണ്ട്. ഞാൻ വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു, വേദപുസ്തകം രൂപീകൃതമാകുന്നതിന് മുൻപേ രൂപീകൃതമായതാണ് ആരാധനാക്രമം. ആരാധനാക്രമത്തിൻ്റെ ആദ്യ രൂപം എങ്കിലും. അതുകൊണ്ടാണ് ഈ യാക്കോബ് അപ്പോസ്തോലൻ തക്സാ ക്രമപ്പെടുത്തിയവനെന്ന അർത്ഥതലത്തിൽ സഭയുടെ സമഗ്രമായ വിശ്വാസത്തെക്കുറിച്ച് പ്രബോധിപ്പിക്കുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, 16-ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭയിൽ ഉണ്ടായ മതനവീകരണം, അതിൻ്റെ വക്താവായ മാർട്ടിൻ ലൂതർ പറയുന്നു, സോള സ്ക്രിപ്ചുറ എന്ന് പറഞ്ഞാൽ ബൈ സ്ക്രിപ്ചർ എലോൺ. അദ്ദേഹം തുടങ്ങിവെച്ച പ്രോട്ടസ്റ്റാന്റിസം, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വേദപുസ്തകം മാത്രം. വേദപുസ്തകത്തിലുള്ളത് വിശ്വസിക്കുക, വേദപുസ്തകത്തിൽ ഇല്ലാത്തത് വിശ്വസിക്കാതിരിക്കുക. വിശുദ്ധ കുർബാന പരിശുദ്ധനായ യാക്കോബ് അപ്പോസ്തോലൻ മുന്നമേ ക്രമീകരിച്ചതുകൊണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് വേദപുസ്തകത്തിലില്ല. വിശുദ്ധ മാമോദീസ ക്രമം വേദപുസ്തക ക്രമത്തിന് മുൻപേ ഉണ്ടായിരുന്നത് കൊണ്ട് സൂചനകളുണ്ട്. മാമോദീസയെക്കുറിച്ചുള്ള ഗൗരവമായ പഠിപ്പിക്കലുണ്ട്. എന്നാൽ മാമോദീസ ക്രമം വേദപുസ്തകത്തിലില്ല. എന്താ കാരണം? മാമോദീസ ക്രമമോ വിശുദ്ധ കുർബാനയുടെ തക്സായോ രേഖപ്പെടുത്തുവാൻ എഴുതപ്പെട്ടതല്ല വേദപുസ്തകം. വേദപുസ്തകം യേശു ക്രിസ്തു നിത്യനായ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന സത്യം അപ്പോസ്തോലന്മാർ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്, അത് പഠിപ്പിക്കുവാൻ സഭ ഉപയോഗിച്ച, സഭയിൽ രൂപപ്പെട്ടതാണ് വിശുദ്ധ വേദപുസ്തകം. വളരെ രസകരമായ വൈരുദ്ധ്യം നിറഞ്ഞൊരു കാഴ്ചപ്പാടുണ്ട്. ഈ മാർട്ടിൻ ലൂതറിന്റെ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, അല്ലെങ്കിൽ വിശ്വാസത്താലുള്ള നീതീകരണമാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ അതിനെ ശക്തമായി എതിർത്ത, അല്ലെങ്കിൽ പ്രവർത്തിയാലുള്ള വിശ്വാസം നീതീകരിക്കപ്പെടണമെന്ന് യാക്കോബ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട് ലേഖനത്തിൽ. അതുകൊണ്ട്
ബൈ സ്ക്രിപ്ചർ എലോൺ എന്ന് പറഞ്ഞ മാർട്ടിൻ ലൂതർ യാക്കോബിന്റെ ലേഖനത്തെ വെറും ചവറെന്ന് പറഞ്ഞു. അദ്ദേഹം യാക്കോബിന്റെ ലേഖനത്തെ അംഗീകരിച്ചില്ല. വേദപുസ്തകം മാത്രമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന് പഠിപ്പിച്ച മനുഷ്യൻ അദ്ദേഹം പഠിപ്പിച്ചതിന് വേദപുസ്തകം എതിരാണെന്ന് പറഞ്ഞപ്പം ആ ലേഖനത്തെ തന്നെ എതിർത്തു. സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞതിന്റെ അർത്ഥതലം യഥാർത്ഥത്തിൽ വേദപുസ്തകവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ഭംഗിയായി വിവരിച്ച അപ്പോസ്തോലനാണ് വിശുദ്ധ യാക്കോബ് അപ്പോസ്തോലൻ. മൂന്നാമതൊരു കാര്യം കൂടെ വളരെ ചുരുക്കമായി ഓർമ്മിപ്പിക്കട്ടെ. ആദിമ സഭയുടെ സന്മാർഗികതയും ജീവിത മൂല്യങ്ങളും തൻ്റെ ലേഖനത്തിലൂടെ ഓർമ്മിപ്പിച്ചവനാണ് പരിശുദ്ധനായ യാക്കോബ് അപ്പോസ്തലൻ. കാരണം ആരാധനയിലൂടെയും വിശ്വാസ ജീവിതത്തിലൂടെയും വളർന്നു വരുന്ന വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ മൂല്യമെന്ന് പറയുന്നത് വിശ്വാസി ലോകത്തിൽ പ്രകടമാക്കുന്ന നന്മ പ്രവൃത്തികളാണ്. അതുകൊണ്ട് അടിസ്ഥാനമായി യാക്കോബ് അപ്പോസ്തലൻ പ്രസംഗിച്ചു, അല്ലെ യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പ്രതിപാദിച്ചു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാകുന്നു, മരിച്ചതാകുന്നു. അതുകൊണ്ട് വളരെ ശക്തമായി ആരാധനയും ആത്മീക പ്രവർത്തനവും തമ്മിലുള്ള ബന്ധം അദ്ദേഹം വിവരിച്ചു. ദരിദ്രരെ അടിച്ചമർത്തുന്ന ധനവാന്മാരെ അദ്ദേഹം ശക്തമായി വിമർശിച്ചു. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം അത് ലഭിക്കുന്നത് ഉയരത്തിൽ നിന്നാണ് എന്ന് അദ്ദേഹം പ്രതിപാദിച്ചു. അതുപോലെ തന്നെ തക്സായുടെ ആരാധനാ ക്രമീകരണത്തിൻ്റെ വക്താവും അത് ക്രമീകരിച്ച വ്യക്തിയുമായതുകൊണ്ടാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ രോഗികളുടെ തൈലാഭിഷേകത്തെക്കുറിച്ചും 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചും പഠിപ്പിച്ചു. രോഗികളുടെ തൈലാഭിഷേകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുതിയ നിയമത്തിലെ ഏക ഭാഗം യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യമാണ്. ഞാൻ ഇതെല്ലാം സൂചിപ്പിച്ചത് കർത്താവിൻ്റെ സഹോദരനായ അപ്പോസ്തലൻ യഥാർത്ഥത്തിൽ പുരോഹിതനായി ശുശ്രൂഷ നിർവഹിച്ച അപ്പോസ്തോലിക പാരമ്പര്യത്തിൻ്റെ അപ്പോസ്തോലന്മാർ പ്രധാന ആചാര്യന്മാരായിരുന്നു എന്ന അപ്പോസ്തോലിക സഭയുടെ സാക്ഷ്യത്വത്തിൻ്റെ വക്താവാണ് പരിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ. അതുപോലെ തന്നെ വേദപുസ്തകവും ആരാധനയും തമ്മിലുള്ള ബന്ധം അത് വ്യക്തമാക്കി ആരാധനയുടെ ആദി രൂപത്തിൻ്റെ ക്രമീകരിച്ച വിശുദ്ധനാണ് വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ. വിശ്വാസിയെ സാൻമാർഗികതയിൽ അല്ലെങ്കിൽ വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധത്തിൽ വിശ്വാസി വളരണമെന്ന് പഠിപ്പിച്ചത് വിശുദ്ധ യാക്കോബ് അപ്പോസ്തലനാണ്. ആ പിതാവിൻ്റെ പ്രാർത്ഥന ഈ ശ്ലൈഹിക കാലഘട്ടത്തിൽ, ശ്ലീഹ നോയമ്പൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.